കാർത്തിക് ഇന്ന് ഇപ്പം കാർത്തികിൻ്റെ എത്രാമത്തെ ദിവസമായി? ഇപ്പം 15 കഴിഞ്ഞ് ഇപ്പം അടുത്ത സെറ്റിലെ ആദ്യത്തെ ദിവസം. അല്ല, ഇന്നിപ്പോൾ എത്ര ദിവസമായി? 16. അല്ല, ഇനി 16. ഇന്നിപ്പോൾ തുടങ്ങുമ്പോൾ എത്രാമത്തെ ക്ലാസ് ആയിരുന്നു? 15. അല്ല, ഇന്ന് തുടങ്ങുമ്പം 13-ാമത്തെ ക്ലാസ്. ഓർമ്മയുണ്ട്? ഒന്നുകൂടെ ദൃഷ്ടം തുടങ്ങാമേ. നോക്കിയോ കാർത്തികേ, ഇവിടെ നോക്കിയോ, എന്നാ നോക്കിക്കൊണ്ടിരിക്കണം. കാർത്തിക് ഇന്ന് ഇപ്പോൾ കാർത്തികിൻ്റെ എത്രാമത്തെ ദിവസമാണ്? ഇപ്പം 13ാമത്തെ ദിവസം. 13-ാം ദിവസം ക്ലാസ് തുടങ്ങി. ഇന്ന് നമ്മൾ 2 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ 13, 14, 15, അതായത് ഫസ്റ്റ് സെഷൻ ക്ലാസ് ഇന്ന് തീർന്നു. അപ്പോൾ നമ്മുടെ 15 ദിവസത്തെ ക്ലാസ്സാണ് ഫസ്റ്റ് സെഷൻ. അതിൽ 15-ാമത്തെ ദിവസം എച്ചെടുക്കുന്നു. പക്ഷേ ഇന്നിപ്പോൾ കാർത്തിക് ഒരു ദിവസം നേരത്തെ എടുത്തു. കാരണം കാർത്തിക് എന്ന് പറഞ്ഞാൽ ശനി ഞായർ മാത്രമേ ക്ലാസ്സിന് വരുന്നുള്ളൂ. നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഡെയിലി ക്ലാസ് ആയിരുന്നു. പക്ഷേ കോളേജ് തുറന്നപ്പോഴത്തേക്ക് ക്ലാസ് നമ്മൾ റീഷെഡ്യൂൾ ചെയ്തു. അപ്പം ശനി ഞായർ മാത്രം ക്ലാസ്സിന് വരും. ഇന്നിപ്പോൾ നമ്മൾ എച്ച് തുടങ്ങി. എച്ചിനെ കുറിച്ചെല്ലാം കേട്ടിട്ടുണ്ടല്ലോ. എച്ച് കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിൻ്റെ പാർട്ട് 1 ആണ്. എച്ച് പാസ്സായാലേ പാർട്ട് 1 പാസ്സാവും. എച്ച് പാസ്സായാലേ പാർട്ട് 2 ഓടിക്കാനുള്ള അവസരം കിട്ടും. അപ്പോൾ പല കുട്ടികളും എച്ച് കൈവിട്ട് പോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു ദിവസം എച്ച് എടുത്തപ്പം ഇന്നിപ്പം ആദ്യത്തെ കാര്യങ്ങൾ ഞാനിപ്പം നേരത്തെ കാർത്തികയുടെ ഞാൻ വീഡിയോ റെക്കോർഡ് ഞാൻ ഗ്രൂപ്പിനകത്തിട്ടു. അത് ഗ്രൂപ്പിനകത്തിട്ടത് എച്ച് വീക്കാകുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം എച്ച് ഒരു വലിയ സംഭവമല്ല, ശ്രദ്ധയോടുകൂടി എടുത്തു കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ്. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ കൺട്രോൾ ആവണം. ഏതൊക്കെയാണ്, എന്താണ് ഇന്നത്തെ എച്ചിൻ്റെ അനുഭവങ്ങൾ ഒന്ന് വിശദമായിട്ട് കാർത്തിക് പറഞ്ഞാൽ. എച്ച് ആദ്യം 2 റൗണ്ട് കുറച്ച് പാടായിരുന്നു. അതിനുശേഷം ഞാൻ ഒരുവിധം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിൽ നോക്കി സൈഡ് മിററിൽ നോക്കി നമ്മൾ വണ്ടി തിരിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ളത്. മിററിൽ നോക്കി വണ്ടി തിരിക്കുമ്പോൾ തന്നെ എച്ചിൻ്റെ ഏതാണ്ട് കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. പിന്നെ ക്ലച്ച് കൺട്രോൾ ഇതിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ക്ലച്ച് കൺട്രോൾ ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് നിന്ന് മിററിൽ നോക്കി കമ്പിയിലെത്താൻ നേരത്ത് റൈറ്റ് തിരിക്കുമ്പോഴത്തേക്ക് നമ്മളെ വണ്ടി കറക്റ്റ് വളവ് വളയുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്ക് വളവ് വളയുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട്. എന്താണത്? സ്റ്റിയറിങ്ങിൻ്റെ സ്പീഡ്. അപ്പോൾ ചില കുട്ടികൾ നമ്മൾ എച്ചെടുക്കണ്ടല്ലോ, തിരിക്കാൻ പറയുന്ന ആ ഒരു സ്പോട്ട് പറയുമ്പം ഇവർ തിരിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു തയ്യാറെടുപ്പ് നടക്കും. അപ്പോഴത്തേക്ക് വണ്ടി ആ സ്പോട്ട് കഴിഞ്ഞു. അപ്പോൾ തിരിക്കാൻ പറയുമ്പോൾ അപ്പോഴും തന്നെ നമ്മൾ തിരിക്കണം. പറയും വണ്ടി കറക്റ്റ് തിരിച്ചാലേ നമുക്ക് വണ്ടി വളഞ്ഞു വരാൻ നോക്കൂ. വണ്ടി വളഞ്ഞു വന്നാലേ നമ്മൾ കറക്റ്റ് സൈഡിൽ വന്ന് റിട്ടേൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കമ്പിയിൽ ഇടിക്കാനാണ് സാധ്യത. ഇന്ന് ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്. മിററിൽ നോക്കി എടുത്തെന്ന് തന്നെ പകുതി എച്ചെടുക്കാൻ നമുക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ ക്ലച്ച് കൺട്രോളും കൂടെ ഉണ്ടെങ്കിൽ 3 റൗണ്ട് കഴിഞ്ഞു. 4 വരെ ഞാൻ ഉണ്ടായിരുന്നു. 5-ാമത്തെ റൗണ്ടിൽ ഞാൻ പോയി. പിന്നെയുള്ള 5 റൗണ്ട് തനിച്ചാണ് എടുത്തത്. ഇപ്പം നാളെ ഡ്രൈവിംഗ് ടെസ്റ്റാണ്. ഞാൻ പറയുന്നത് കാർത്തിക് നാളെ ഡ്രൈവിംഗ് ടെസ്റ്റാണ്. എച്ച് കയറി അറ്റൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ കാർത്തിക് എന്ത് പറയും? സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ ക്ലാസ് ഇതിനെക്കാട്ടി നല്ല ക്ലാസ്സിന് വേറെ കിട്ടാനും ഇല്ല. അതിൽ വേറൊരു പ്രശ്നം ഞാൻ ഇപ്പോൾ എച്ച് എടുക്കുമ്പം ഈ ടയറുകൾ അവിടെ, അതായത് റോളിംഗ് എന്നാണ് പറയുന്നത്, ടയറുകൾ നിന്ന് പോയാൽ ഫെയിലാണ്. അപ്പോൾ ടയറുകൾ നിൽക്കാതെ ഇന്ന് കാർത്തിക് എടുത്തത്. കാരണം കാർത്തിക് എവിടെ കൺട്രോൾ ചെയ്തു? ക്ലച്ച് കൺട്രോൾ ചെയ്തു. അതുപോലെ തിരിക്കാനും തിരിച്ചരിക്കാനും സമയം ഉണ്ടായില്ല. എന്തുകൊണ്ടായിരുന്നു? അതേ വേഗതയിൽ സ്റ്റിയറിംഗ് തിരിക്കാനും അപ്പോൾ ഈ ബേസിക് എച്ച് കിട്ടാത്ത കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. ഒന്ന്, നേരത്തെ കാർത്തിക് പറഞ്ഞതുപോലെ കണ്ണാടിയിൽ നോക്കി തന്നെയാണ് തിരിക്കേണ്ടത്, തിരിച്ചിരിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, സ്റ്റിയറിംഗ് തിരിക്കാനും തിരിക്കാനും വേഗത ഉണ്ടാവണം. ഏതാണോ പോയിൻ്റ്, ആ പോയിൻ്റ് മനസ്സിലാക്കി അത് കണ്ണാടി നോക്കും. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചാണ്. നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ ഒരു പോയിൻ്റ് ഉയരുകയും സ്പീഡ് കൂടുമ്പോൾ ചവിട്ടുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് നടന്നുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ എച്ച് എന്നൊരു സംഭവം നമ്മൾ പഠിക്കുന്നത്, നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? സ്റ്റിയറിംഗ് തിരിക്കാൻ നമ്മൾ പഠിച്ചു തന്നായിരുന്നു. ആദ്യത്തെ എത്ര ക്ലാസ്സുകൾ? ആദ്യത്തെ 2-3 ക്ലാസ്സുകൾ അല്ല, പ്രധാനമായിട്ട് 2 ക്ലാസ്. നമ്മൾ പാർക്കിംഗ് പഠിച്ചത് ഏത് ക്ലാസ്സിലായിരുന്നു? ആദ്യത്തെ ക്ലാസ്സുകളിലാണ്. ആദ്യത്തേൽ എത്രാമത്തെ ക്ലാസ്സിൽ? 2-ാമത്തെ ക്ലാസ്സിലാണ് പാർക്കിംഗ് പഠിച്ചത്. യഥാർത്ഥത്തിൽ നമ്മൾ എച്ച് എടുക്കുന്നതിന് മുമ്പുള്ള ഒരു മുന്നോടിയായിട്ടാണ് നമ്മൾ അത് ചെയ്തത്. അപ്പോൾ ഈ എച്ചിൽ ഇപ്പോൾ നിങ്ങളെ കണ്ണാടിയിൽ നോക്കി സൈഡ് മിററിൽ നോക്കി എടുത്ത് പഠിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നാളെ നമ്മളെ കാറ് ഒരു കാർ ഷെഡിനകത്ത് കയറ്റണമെങ്കിൽ നമുക്ക് വളരെ ഈസിയായി സൈഡ് മിററിലൂടെ നോക്കി എടുക്കാൻ കഴിയും. മനസ്സിലാകുന്നില്ല? അപ്പം ഗൾഫിലൊക്കെ പോയിട്ട് വരുന്നവർക്കെന്ന് പറഞ്ഞാൽ സൈഡ് മിറർ ഇല്ലാതെ ഒരു കാർ ഓടിക്കാൻ പറ്റില്ല. ഇവിടെ ഉള്ള പലരും സൈഡ് മിറർ മടക്കി വെച്ച് ഓടിക്കുന്നത് കാണാൻ പറ്റും. മനസ്സിലാകുന്നില്ല? അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പ്രാക്ടീസോടുകൂടി നമുക്ക് ഒരു വണ്ടി കയറിപ്പോകുന്ന ഏത് വഴിയിലും നമുക്ക് റിവേഴ്സ് കയറിയിട്ട് സൈഡ് മിററിൽ നോക്കി കൂളായിട്ട് കൊണ്ട് കയറ്റാൻ പറ്റും. അത് നമ്മൾ അറിയാതെ നമ്മൾ പഠിച്ചെടുക്കുന്ന മറ്റൊരു പാഠമാണ്. മനസ്സിലാകും? അതുപോലെ തന്നെയാണ് ക്ലച്ച് കൺട്രോൾ. ആക്സിലേറ്റർ വിത്ത് ക്ലച്ച് കൺട്രോൾ ഉള്ളൊരു കുട്ടിക്ക് ഏത് ഡിഫിക്കൽട്ട് ഡ്രൈവിംഗ് ടെസ്റ്റും അറ്റൻഡ് ചെയ്യാൻ കഴിയും. കാരണം അവർ ഏത് റഫ് റോഡിൽ ഇറക്കിയാലും ഒരുപോലെ ആക്സിലേറ്റർ കൊടുത്ത് ക്ലച്ച് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ അവർ വിജയിച്ചു.
അപ്പോൾ ആദ്യ കാലങ്ങളിൽ എല്ലാ കുട്ടികളും കഴിയില്ല. ഈ പറഞ്ഞ പോലെ എല്ലാവരും കാർത്തികിനെ പോലെ അല്ല. അപ്പോൾ ഈ എല്ലാവരും കാർത്തികിനെ പോലെ അല്ല എന്നതുകൊണ്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അത്തരം കുട്ടികൾ നിരാശരാകാതെ കാറിൻ്റെ ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അത് നമ്മളെ കയ്യിൽ കിട്ടിയാലേ എന്ത് ചെയ്യാൻ പറ്റൂ, കാർ ഓടിക്കാൻ പറ്റും. ഇതാണ് എൻ്റെ മൊത്തത്തിൽ എന്താണ് ഇപ്പോഴത്തെ കാർത്തികിൻ്റെ അഭിപ്രായം. ഓടിക്കാൻ എളുപ്പമാണ്. ഞാൻ തനിയെ 5 റൗണ്ട് ഞാൻ തനിയെ എടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് സമയത്തിന് സ്റ്റിയറിംഗ് തിരിക്കുകയും തിരിച്ചിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എത്തിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ മിസ്റ്റർ കാർത്തിക്, അനുഭവങ്ങൾ പങ്കുവച്ചതിൽ കേട്ടോ. ഓക്കെ, താങ്ക് യു.